വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. നമ്മുടെ IT ആയിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ITയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് സ്കൂൾ ബേസ്ഡ് ഒരു ITയുടെ ക്ലാസ്സും റിവിഷൻ ക്ലാസ്സും നമ്മുടെ ഡിഗ്രിയിലുള്ള പരീക്ഷ അടുപ്പിച്ച ഒരു ക്ലാസ് ഉറപ്പായിട്ടും തരും. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഇത് ഡിഗ്രിയിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. എങ്കിലും ഇത് 10th +2 എല്ലാ മെയിൻസ് എക്സാമിനും ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാനുണ്ട്. നമ്മുടെ ഡിഗ്രിക്ക് 10 മാർക്കിൻ്റെ ഏരിയ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിൽ ബേസിക്സ് ഓഫ് എവരിഡേ സയൻസ്, ഹ്യൂമൻ ബോഡി എന്നൊക്കെ പറയുന്ന പോർഷൻസ് നമ്മുടെ മണി സാറും ബയോളജി സാറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം സിലബസ് ഒന്ന് പരിചയപ്പെട്ടിട്ട് ക്ലാസ്സിലോട്ട് കയറാം. നമുക്ക് അവർ 4 മോഡ്യൂളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മോഡ്യൂളാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അതിൽ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ റെലവൻസ് ആൻഡ് ദെൻ യൂസേഴ്സ്, നാഷണൽ പോളിസി, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേര് പഠിക്കാനുണ്ട്, കുറച്ച് പോളിസികൾ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ മോഡ്യൂൾ ടെക്നോളജി ഇൻ സ്പേസ് ആൻഡ് ഡിഫൻസ് ആണ്. നമ്മൾ സ്പേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിഫൻസുമായി ബന്ധപ്പെട്ട സാറ്റലൈറ്റ്, റോക്കറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനുള്ളത്. അടുത്തത് എനർജി റിക്വയർമെൻറ്റ് എഫിഷ്യൻസി ആണ്. നമുക്ക് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രമല്ല, അത് എല്ലാ പരീക്ഷയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. ലാസ്റ്റ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ സയൻസ് ആണ്, എക്കോളജി. അതിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇഷ്യൂസ് കൺസേൺ എൻവയോൺമെൻറ്റ്, ലീഗൽ ആസ്പെക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്യാവശ്യം കുറച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സാമിന് മുമ്പായിട്ട് ഇത് സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ അവർ എടുത്തു പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ടോപ്പിക്കിലോട്ട് കയറുവാണ്. സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ ആദ്യത്തെ മോഡ്യൂൾ എന്താണെന്ന് നോക്കാം. അപ്പം നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് കയറുകയാണ്. നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളെ പരിചയപ്പെടുവാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 2 പ്രധാനപ്പെട്ട മിനിസ്ട്രികൾ ഏതെന്ന് അറിഞ്ഞിരിക്കുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 2 പ്രധാനപ്പെട്ട മിനിസ്ട്രികളാണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി and a separate Ministry of Science and Technology. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 2 മിനിസ്ട്രീസ് ഏതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതിൽ കീഴിൽ 2 മിനിസ്ട്രീസ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നമുക്ക് ചോദിക്കാറുണ്ട് ചില ഡിപ്പാർട്ട്മെൻറ്റ് എന്നിട്ട് അത് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നത് എന്നവർ ചോദിക്കാറുണ്ട്. അപ്പം അത് മാത്രം ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതെന്ന് അറിഞ്ഞിരിക്കുക. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് Scientific and Industrial Research. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 2 മിനിസ്ട്രീസ് ആണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അതുപോലെ നമ്മുടെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോ ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. മാറിപ്പോലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ആണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ എന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോ ടെക്നോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നു എന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് എഴുതുക. മാറിപ്പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന 2 മിനിസ്ട്രീസ് ആണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി
ആൻഡ് സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, and then is Department of Ocean Development. ഓക്കെ, ഇത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന രണ്ട് മിനിസ്ട്രീസ് ആണ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഏതെന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് എന്നിവയാണ്. മാറിപ്പോലെ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ നമുക്ക് ഈ ടോപ്പിക്ക് UPSC ഉള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. UPSC-ക്കാർ 2014 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഏത് മിനിസ്ട്രിയുടെ കീഴിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്നതാണ്. മാറിപ്പോലെ സെൻട്രൽ ഗവൺമെന്റ് രണ്ട് മിനിസ്ട്രീസ്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് എന്നിവ. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സെപ്പറേറ്റ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെന്റ് എന്നിവ. നമുക്കിവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്, ബയോടെക്നോളജിയെ കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് പല മോഡ്യൂളുകളായിട്ട് ഇതൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവർ ബയോടെക്നോളജിയെ കുറിച്ചും നാനോ ടെക്നോളജിയെ കുറിച്ചും ഡീപ്പായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പേസിനെ കുറിച്ച് നമുക്ക് സ്പേസ് ടെക്നോളജിയിൽ പഠിക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലോട്ട് കയറുവാണ്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആണ് ഇത്. സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ രണ്ട് മിനിസ്ട്രീസ് ഉണ്ട്. അതിൽ മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. നമ്മുടെ പോർഷനിലോട്ട് കയറുവാണ്. നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് കയറാം. അവിടെ നമുക്ക് രണ്ട് പ്രോഗ്രാമാണ് പ്രധാനപ്പെട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യങ്ങൾ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് അറിഞ്ഞിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1971. മാറിപ്പോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നു ചോദിച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1971. 1971 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എല്ലാ ഫീൽഡിലും അഗ്രികൾച്ചർ, മെഡിസിൻ, അതുപോലെ എല്ലാ ഫീൽഡിലും സയൻസിൻ്റെ ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ തന്നെയായിരുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്ക് ഈ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പ്രോഗ്രാം ഇവിടെ പഠിക്കാനുണ്ട്. ഈ രണ്ട് പ്രോഗ്രാമിൽ നിന്നും ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് പ്രോഗ്രാംസ് ഏതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രോഗ്രാമാണ് ഇൻസ്പയർ എന്ന് പറയും. ഇൻസ്പയർ എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ, മാറിപ്പോലെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയും. എന്താണ് ഈ പ്രോഗ്രാം എന്നറിഞ്ഞിരിക്കുക. ഈ പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് എത്രയെന്ന് ചോദിച്ചാൽ 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം. മാറിപ്പോലെ 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയും. ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം പഠിച്ചു വെക്കുക. ഇന്നൊവേഷൻ ഇൻ സയൻസ്
innovation in science, pursuit for inspired research. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ് ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം. അപ്പം ഇൻസ്പയർ പ്രോഗ്രാം ഏത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്രോഗ്രാമാണ് ഇൻസ്പയർ. ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം എന്ന് പറയും. ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. പൂർണ്ണരൂപം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. ഈ പ്രോഗ്രാമിന്റെ അണ്ടറിൽ 3 സ്കീംസ് വരുന്നുണ്ട്. ഏതൊക്കെയാണ് സ്കീംസ് എന്ന് ചോദിച്ചാൽ ഒന്നിന്റെ പേര് സീഡ്സ് എന്നാണ്. സീഡ്സ് എന്നൊരു സ്കീമുണ്ട്, അതുപോലെ ഷീ എന്നൊരു സ്കീമുണ്ട്, അതുപോലെ ഓർക്ക് എന്നൊരു സ്കീമുമുണ്ട്. ഓക്കെ, നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 3 സ്കീംസ് ആണ് സീഡ്സ്, ഷീ, ഓർക്ക്. അതെന്താണെന്ന് പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം. ഫോക്കസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് 10 മുതൽ 32 വരെ. എന്തിനു വേണ്ടിയിട്ട് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ പറയുന്ന ഇൻസ്പയർ പ്രോഗ്രാം. ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം ചോദിച്ചാൽ ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ് ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം. ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട 3 സ്കീംസ് ഏതെന്ന് ചോദിച്ചാൽ സീഡ്സ്, ഷീ, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം പഠിച്ചു വെക്കുക. സ്കീം ഓഫ് early attraction of talent. Scheme of early attraction of talent. Scheme for early attraction of talent എന്നാണ്. അടുത്തത് ഷീ പ്രോഗ്രാമാണ്. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. അടുത്തത് ഓർക്കിന്റെ പൂർണ്ണരൂപം അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. ഓക്കെ, മാറിപ്പോലെ. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം. ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ് ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം. ഇൻസ്പയർ പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് 10 മുതൽ 32 വരെ വയസ്സുള്ള പഠിക്കുന്ന ആൾക്കാരെയാണ്. നമ്മുടെ ഇൻസ്പയറിന്റെ കീഴിൽ വരുന്ന 3 സ്കീമുകളാണ് സീഡ്സ്, ഷീ, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ്സ് എന്നാണ് സീഡ്സിന്റെ പൂർണ്ണരൂപം. സീഡ് സ്റ്റാൻഡ്സ് ഫോർ സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ്. രണ്ടാമത്തെ ഷീ ആണ്. ഷീയുടെ പൂർണ്ണരൂപം സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. സീഡ്സിന്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. ഷീയുടെ പൂർണ്ണരൂപം സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. സി സ്റ്റാൻഡ്സ് ഫോർ സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ്സ്. ഷീ സ്റ്റാൻഡ്സ് ഫോർ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്കിന്റെ പൂർണ്ണരൂപം AORC. ഓർക്കിന്റെ പൂർണ്ണരൂപം അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. മാറിപ്പോലെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് ഇൻസ്പയർ പ്രോഗ്രാം. ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം ഇന്നൊവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. ഇത് ഫോക്കസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് 10 മുതൽ 32 വയസ്സ് വരെയുള്ള ആൾക്കാർ
വരെയാണ്. അതിൻ്റെ കീഴിൽ വരുന്ന 3 സ്കീംസ് ആണ് സീഡ്സ്, ഷീ, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം സ്കീംസ് ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ്. ഷീ സ്റ്റാൻഡ്സ് ഫോർ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഓർക്ക് സ്റ്റാൻഡ്സ് ഫോർ അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. നമുക്കിതിൽ ഈ സീഡ്സ് പ്രോഗ്രാമിൽ 2 ഡിവിഷൻസ് വരുന്നുണ്ട്. ഷീ എന്താണെന്ന് അറിയണം, ഓർക്കും എന്താണെന്ന് അറിയണം. അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ഇൻസ്പയർ ആണ്. നമുക്ക് സീഡ്സും ഷീയും ഓർക്കിൻ്റെയും ആപ്ലിക്കേഷൻ എന്താണെന്ന് ഇവിടെ നോക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ഈ 3 കാര്യങ്ങളും മാറിപ്പോരുത്. ഇൻസ്പയർ ഒരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ കീഴെ വരുന്ന 3 സ്കീംസ് ആണ് സീഡ്സ്, ഷീ, ഓർക്ക്. എന്താണെന്ന് നോക്കാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്രോഗ്രാമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പേര് ഇൻസ്പയർ പ്രോഗ്രാം എന്നാണ്. നമ്മളിതിൻ്റെ അബ്രിവേഷനൊക്കെ പഠിച്ചതാണ്. ഇന്നോവേഷൻ ഇൻ സയൻസ് പർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ് പൂർണ്ണരൂപം. ഇത് ഏത് ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. 10 മുതൽ 32 വയസ്സ് വരെയുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻസ്പയർ. ഇതിൻ്റെ കീഴിൽ നമ്മൾ പറഞ്ഞു ഈ പ്രോഗ്രാമിൻ്റെ കീഴിൽ 3 സ്കീംസ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് എന്ന് നമുക്കറിയാം. ഒന്നാമത്തേത് സീഡ്സ് എന്നാണ് ആദ്യത്തെ സ്കീമിൻ്റെ പേര്. എന്താണ് സീഡ്സ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തേത് ഷീ എന്നാണ് അടുത്ത സ്കീമിൻ്റെ പേര്. മൂന്നാമത്തേത് ഓർക്ക്. ഇൻസ്പയറിന്റെ താഴെ വരുന്നതാണ് സീഡ്സ്. സീഡ് സ്റ്റാൻഡ്സ് ഫോർ സ്കീം ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. ഷീ സ്റ്റാൻഡ്സ് ഫോർ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്ക് സ്റ്റാൻഡ്സ് ഫോർ അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. ഈ സീഡ്സിന്റെ താഴെ വരുന്ന 2 ഡിവിഷൻസ് ആണ് ഇൻസ്പയർ അവാർഡ് ആൻഡ് ഇൻസ്പയർ ഇന്റേൺഷിപ്പ്. ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും ഏതിന്റെ ഡിവിഷൻസ് എന്ന് ചോദിച്ചാൽ ഇൻസ്പയറിന്റെ താഴെ വരുന്ന സീഡ്സിന്റെ 2 ഡിവിഷൻസ് ആണ് അവാർഡും ഇന്റേൺഷിപ്പും. ഷീയുടെ താഴെ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ഓർക്കിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്, അതുപോലെ ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ്. ഓക്കെ, അപ്പൊ മാറിപ്പോലെ ഇൻസ്പയർ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്ന 3 സംഭവങ്ങളാണ് സീഡ്സ്, ഷീ, ഓർക്ക്. സീ സ്റ്റാൻഡ്സ് ഫോർ സീഡ്സ് ഫോർ ഏർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. ഷീ സ്റ്റാൻഡ്സ് ഫോർ സ്കോളർഷിപ്പ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്ക് സ്റ്റാൻഡ്സ് ഫോർ അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. ഈ ഇൻസ്പയർ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത് ഏത് ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഫോർ എഡ്യൂക്കേഷൻ എന്നാണ്. അപ്പൊ അവർക്ക് ചോദിക്കാം, നമ്മുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്രോഗ്രാം ഏതെന്ന് ചോദിക്കാം. ഇൻസ്പയർ പ്രോഗ്രാം എന്ന് എഴുതുക. അതിന്റെ അടിയിൽ സീഡ്സ് വരും, ഷീ വരും, ഓർക്ക് വരും. സീഡ്സിന്റെ താഴെ വരുന്ന 2 കാര്യങ്ങളാണ് ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. മാറിപ്പോലെ സീഡ്സിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും എന്ന് പറയും. സീഡ്സിന്റെ താഴെ ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. ഷീയുടെ താഴെ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ഓക്കെ, മാറിപ്പോലെ നമ്മുടെ അവാർഡ് വരുന്നതും ഇന്റേൺഷിപ്പ് വരുന്നതും സീഡ്സിന്റെ താഴെ, സ്കോളർഷിപ്പ് വരുന്നത് ഷീയുടെ താഴെ. ഓർക്കിന്റെ താഴെ വരുന്ന 2 ഡിവിഷൻസ് ആണ് ഇൻസ്പയർ ഫെലോഷിപ്പും അതുപോലെ ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡും. ഓക്കെ, മാറിപ്പോലെ നമ്മുടെ ഇൻസ്പയർ അവാർഡ് ചോദിച്ചാലും ഇന്റേൺഷിപ്പ് ചോദിച്ചാലും സീഡ്സിന്റെ കീഴെ വരുന്നത് എന്നറിഞ്ഞിരിക്കുക. ഷീയുടെ കീഴെ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. അതുപോലെ ഓർക്കിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പും അതുപോലെ ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡും. ഇവിടെ വരുന്നത് ഇൻസ്പയർ അവാർഡ്, ഇവിടെ വരുന്നത് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ്. മാറിപ്പോലെ
ഇൻസ്പയറിന്റെ കീഴിൽ വരുന്നതാണ് സീഡ്സ്, ഷീയ്, ഓർക്ക്. സീഡ്സിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ അവാർഡ്, അതുപോലെ ഇൻസ്പയർ ഇന്റേൺഷിപ്പ്. ഷീയുടെ താഴെ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്, ഓർക്കിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പും ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡും. നമ്മൾ പറഞ്ഞു ഈ പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്രോഗ്രാമാണ്. ഇത് ഫോക്കസ് ചെയ്യുന്ന ഏജ് ഗ്രൂപ്പ് 10 മുതൽ 32 വരെയാണ്. അപ്പൊ നമ്മുടെ ഇൻസ്പയർ അവാർഡ് കിട്ടുന്നത് ആർക്ക് എന്നറിഞ്ഞിരിക്കുക. ഏജ് ഗ്രൂപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കാണ് ഇൻസ്പയർ അവാർഡ് കൊടുക്കുന്നത് എന്നറിഞ്ഞിരിക്കുക. ഏജ് ഗ്രൂപ്പ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. 10 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പിള്ളേർക്ക് നൽകുന്ന അവാർഡാണ് ഇൻസ്പയർ അവാർഡ്. 10 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പിള്ളേർക്ക് കൊടുക്കുന്ന അവാർഡാണ് ഇൻസ്പയർ അവാർഡ്. ഇത് എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ 5000 രൂപയാണ് ഇതിൽ കൊടുക്കുന്ന എമൗണ്ട്. മാറിപ്പോലെ. അപ്പം ഇൻസ്പയറിന്റെ കീഴെ വരുന്ന ഇൻസ്പയർ അവാർഡ് എത്രയാണെന്ന് ചോദിച്ചാൽ 5000 രൂപ. അത് കിട്ടുന്ന ഏജ് ഗ്രൂപ്പ് എത്രയെന്ന് ചോദിച്ചാൽ 10 മുതൽ 15 വരെ എന്ന് എഴുതുക. അടുത്തത് സീഡ്സിന്റെ താഴെ വരുന്ന ഇൻസ്പയർ ഇന്റേൺഷിപ്പ്. അത് ലഭിക്കുന്ന ഏജ് ഗ്രൂപ്പ് 15 മുതൽ 17 വരെയാണ്. 15 മുതൽ 17 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് കൊടുക്കുന്നതാണ് ഇൻസ്പയർ ഇന്റേൺഷിപ്പ്. എമൗണ്ട് കൂടി പഠിച്ചു വെക്കുക. 50,000 രൂപ പെർ ഇയർ. വർഷത്തില് 50,000 രൂപയാണ് ഇൻസ്പയർ ഇന്റേൺഷിപ്പ് ആയിട്ട് കൊടുക്കുന്നത്. കിട്ടുന്ന ഏജ് ഗ്രൂപ്പ് 15 മുതൽ 17 വരെ. ഓക്കെ, മാറിപ്പോലെ. അപ്പം ഇൻസ്പയറിന്റെ താഴെ സീഡ്സിന്റെ 2 ഡിവിഷൻ, ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. ഇൻസ്പയർ അവാർഡ് കിട്ടുന്ന ഏജ് 10 മുതൽ 15 വരെ. കിട്ടുന്ന എമൗണ്ട് 5000 രൂപ. ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കിട്ടുന്ന ഏജ് 15 മുതൽ 17 വരെ. കിട്ടുന്ന എമൗണ്ട് 5000 പെർ ഇയർ. ഷീല് താഴെ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. കിട്ടുന്നത് 17 മുതൽ 22 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന എമൗണ്ട് 80,000 പെർ ഇയർ. മാറിപ്പോലെ. അപ്പം അവാർഡ് കിട്ടുന്നത് 10 മുതൽ 15 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ്. കിട്ടുന്ന എമൗണ്ട് 5000. ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കിട്ടുന്നത് 15 മുതൽ 17 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ്. കിട്ടുന്ന എമൗണ്ട് 50,000 പെർ ഇയർ. ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുന്നത് 17 മുതൽ 22 വയസ്സ് വരെ പ്രായമുള്ള പിള്ളേർക്ക്. കിട്ടുന്ന എമൗണ്ട് 80,000 പെർ ഇയർ. ഇൻസ്പയർ ഫെലോഷിപ്പ് കിട്ടുന്നത് PG കഴിഞ്ഞ പിള്ളേർക്കാണ്. ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് PG കഴിഞ്ഞ ആൾക്കാർക്ക് കൊടുക്കുന്ന ഫെലോഷിപ്പാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. PG കഴിഞ്ഞവർക്ക് ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാൻ കൊടുക്കുന്ന ഫെലോഷിപ്പ്. നമ്മുടെ ഫെലോഷിപ്പിന്റെ ഏജ് ഗ്രൂപ്പ് 22 മുതൽ 27 വരെ. ഓക്കെ, മാറിപ്പോലെ. അപ്പം ഓർക്കിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. ഇൻസ്പയർ ഫെലോഷിപ്പ് ആർക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാൻ നിൽക്കുന്ന പിള്ളേർക്ക് കൊടുക്കുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. ഏജ് ഗ്രൂപ്പ് 22 മുതൽ 27 വരെ. അവർക്ക് കൊടുക്കുന്നതാണ് ഫെലോഷിപ്പ്. ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് കിട്ടുന്നത് 27 മുതൽ 32 വയസ്സ് വരെയുള്ള ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്ത ആൾക്കാർക്കാണ്. ഇത് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഡോക്ടറേറ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ജോബ് അഷ്വറൻസ് അല്ലെങ്കിൽ ജോബ് നൽകുക എന്ന ഉദ്ദേശമാണ് ഈ ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡോക്ടറേറ്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ജോബ് പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ജോബ് ഓഫർ ചെയ്യുന്നതാണ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ്. ഇതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആദ്യത്തെ പ്രോഗ്രാം ഇൻസ്പയർ. മാറിപ്പോലെ. അപ്പം ഇൻസ്പയർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഏതൊക്കെ ഏജ് ഗ്രൂപ്പിനെയാണ് ഇത് ഫോക്കസ് ചെയ്തതെന്ന് ചോദിച്ചാൽ 10 മുതൽ 32 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആരംഭിച്ച പ്രോഗ്രാമാണ് ഇൻസ്പയർ. ഇൻസ്പയറിന്റെ കീഴിൽ വരുന്ന 3 സ്കീംസ് ആണ് സീഡ്സ്, ഷീയ്, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം സ്കീം ഫോർ എയർലി അട്രാക്ഷൻ ഓഫ് ടാലൻസ് എന്നാണ്. ഷീയുടെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്കിന്റെ പൂർണ്ണരൂപം എഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. എഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. സീഡ്സിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. ഇൻസ്പയർ അവാർഡ് കിട്ടുന്ന ഏജ് ഗ്രൂപ്പ് 10 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള പിള്ളേർക്കാണ്. കിട്ടുന്ന എമൗണ്ട് 5000 രൂപ. എമൗണ്ടും ഏജ് ഗ്രൂപ്പൊക്കെ ചോദിക്കാം, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കിട്ടുന്നത്
15 മുതൽ 17 വയസ്സ് വരെയുള്ള പിള്ളേർക്കാണ് കിട്ടുന്ന എമൗണ്ട് 50,000 പെർ ഇയർ. ഷീയുടെ താഴെ വരുന്നതാണ് ഇൻസ്പയർ സ്കോളർഷിപ്പ്. ഇൻസ്പയർ സ്കോളർഷിപ്പ് കിട്ടുന്ന പ്രായം 17 മുതൽ 22 വയസ്സ് വരെ, കിട്ടുന്ന എമൗണ്ട് 80,000 പെർ ഇയർ. ഓർക്കിന്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് കിട്ടുന്ന പിള്ളേരുടെ പ്രായം 22 മുതൽ 27 വരെ. PG കഴിഞ്ഞ് ഡോക്ടറേറ്റ് ഡിഗ്രി എടുക്കാൻ നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഫെലോഷിപ്പാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. ലാസ്റ്റ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് കിട്ടുന്നത് ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്ത ആൾക്കാർക്കാണ്. അവർക്ക് നൽകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ്. ഇവിടെ പ്രധാനമായി ഒരു പ്രോഗ്രാം കൂടി പഠിച്ചു വെക്കുക. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം ഇൻസ്പയർ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലായി. രണ്ടാമത്തത് ബ്രെയിൻ ഗെയിൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പ്രോഗ്രാമാണ് ബ്രെയിൻ ഗെയിൻ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പറഞ്ഞായിരുന്നു, ഇൻസ്പയർ ആണ്. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ തന്നെ വരുന്ന അടുത്തൊരു സ്കീമാണ് ബ്രെയിൻ ഗെയിൻ എന്ന് പറയും. എന്താണ് ബ്രെയിൻ ഗെയിൻ എന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഇന്ത്യയിലുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഇൻ്റർനാഷണലി പല പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2017 കാലം തൊട്ട് ഇവർ തിരിച്ചു വരുവാണ്. അതായത് ഇവർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു 2017 കാലത്തൊട്ട് തിരിച്ചു വരുന്നതിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായ പ്രകാരം നമ്മുടെ മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ അളവ് കൂടുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ബ്രെയിൻ ഗെയിൻ എന്ന് പറയും. ഇവിടെ നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ സയൻറ്റിസ്റ്റുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുന്ന സയൻറ്റിസ്റ്റുകൾക്ക് നമുക്ക് കുറച്ച് സ്കീംസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അവർക്ക് കുറച്ച് ഓഫേഴ്സ് നൽകാറുണ്ട്. അപ്പോൾ ബ്രെയിൻ ഗെയിൻ എന്താണ് എന്നറിഞ്ഞിരിക്കുക. നമ്മുടെ ഇൻസ്പയർ പ്രോഗ്രാം ഫോക്കസ് ചെയ്തത് പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള പഠിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത പ്രോഗ്രാമാണ് ഇൻസ്പയർ. എന്നാൽ ഇന്റർനാഷണലി മറ്റുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയിലോട്ട് വരുവാണ്. അതാണ് ബ്രെയിൻ ഗെയിൻ. അവർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് സ്കീംസ് ഉണ്ട് ഇതിൻ്റെ കീഴെ. അപ്പോൾ ബ്രെയിൻ ഗെയിൻ എന്തെന്ന് ചോദിച്ചാൽ, ഇന്റർനാഷണലി അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിലോട്ട് വരുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സയൻസ് ആൻഡ് ടെക്നോളജി, ഇന്റർനാഷണൽ വർക്കിംഗ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് റിട്ടേണിംഗ് ടു ഇന്ത്യ എത്ര പെർസെൻറ്റേജ് കൂടിയെന്ന് ചോദിച്ചാൽ 70% റിട്ടേണിങ്ങിൻ്റെ അളവ് കൂടിയിട്ടുണ്ട് 2070 മുതൽ. ഓക്കെ, ഇപ്പോൾ യൂണിയൻ മിനിസ്ട്രി പറയുവാണ് 2017 കാലഘട്ടം മുതൽ നമ്മുടെ ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ ഒരു അളവ് കൂടിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് ബ്രെയിൻ ഗെയിൻ എന്ന് പറയും. ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സയൻറ്റിസ്റ്റുകൾക്ക് കൊടുക്കുന്ന കുറച്ച് സ്കീംസ് ഉണ്ട്. അപ്പോൾ ബ്രെയിൻ ഗെയിൻ പ്രോഗ്രാമിൻ്റെ കീഴെ വരുന്ന സ്കീംസ് ഏതാണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീം തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടത് എന്നാണ് ചോദിക്കാറ്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഗെയിനുമായി ബന്ധപ്പെട്ട സ്കീംസ് ഏതാണെന്ന് പഠിച്ചു വെക്കുക. ഒന്നാമത്തേത് വജ്ര എന്ന് പറയും. ഒന്നാമത്തെ സ്കീമിൻ്റെ പേര് വജ്ര എന്നാണ്. ഇതിൻ്റെ അബ്രിവേഷൻ തന്നെ പഠിച്ചു വെച്ചാൽ മതി. വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച് എന്നാണ്. വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച് എന്ന് പറയുന്ന സ്കീം എന്തുമായി ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ബ്രെയിൻ ഗെയിനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ബ്രെയിൻ ഗെയിൻ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിന്ന് പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾ തിരിച്ചു വരുന്ന ആ ഒരു ഫിനോമിൻ അല്ലെങ്കിൽ ആ തിരിച്ചു വരുന്ന അതിന് പറയുന്ന പേര് ബ്രെയിൻ ഗെയിൻ എന്നാണ്. ഈ ബ്രെയിൻ ഗെയിനുമായി ബന്ധപ്പെട്ട സ്കീംസ് ആണ് വജ്ര എന്ന് പറയും. ഇത് ഏതിൻ്റെ കീഴിലാണ് ബ്രെയിൻ ഗെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആവിഷ്കരിച്ച ഒരു പ്രോഗ്രാമാണ് ബ്രെയിൻ ഗെയിൻ. കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. ഇപ്പം അവിടെ നമ്മുടെ ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു വരുന്നതിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നൽകുന്ന സ്കീംസ് ആണ് ഒന്നാമത്തേത് വജ്ര. വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച് എന്ന് പറയും. രണ്ടാമത്തേത് രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം. നമ്മുടെ
പുറത്തുനിന്ന് വരുന്ന സയൻറ്റിസ്റ്റുകൾക്ക് ഇന്ത്യ ഓഫർ ചെയ്യുന്ന ഒരു ഫെലോഷിപ്പാണ് രാമാനുജൻ ഫെലോഷിപ്പ്. 2014 UPSC പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തൊരു സ്കീമാണ് രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം. ഇത് ആർക്ക് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. മറ്റുള്ള രാജ്യത്തിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് നൽകുന്ന സ്കീംസ് ആണ് വജ്ര രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം. 2 സ്കീം കൂടെ ഇവിടെ വരുന്നുണ്ട്. മൂന്നാമത്തത് രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ് സ്കീം. രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്. രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ് സ്കീം. ഓക്കെ, മാറിപ്പോലെ. അപ്പം നമ്മുടെ വജ്ര ആർക്ക് നൽകുന്ന സ്കീം എന്ന് ചോദിച്ചാൽ മറ്റു രാജ്യത്തിൽ വർക്ക് ചെയ്ത് ഇന്ത്യയിൽ വരുന്ന സയൻറ്റിസ്റ്റിന് നൽകുന്ന സ്കീമാണ് വജ്ര. വജ്രയുടെ പൂർണ്ണരൂപം വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച് എന്നാണ്. അടുത്തത് രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം. ഇത് നൽകുന്നത് മറ്റുള്ള രാജ്യത്തിൽ നിന്ന് വർക്ക് ചെയ്ത് ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ സയൻറ്റിസ്റ്റുകൾക്ക് കൊടുക്കുന്നതാണ് രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം. അടുത്തത് രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ് സ്കീം. ഇത് നൽകുന്നത് മറ്റു രാജ്യത്ത് വർക്ക് ചെയ്ത് ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ സയന്റിസ്റ്റുകൾക്കാണ്. അടുത്തത് ഒരെണ്ണം കൂടെ പഠിച്ചു വെക്കുക. വെൽക്കം ട്രസ്റ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം. വെൽക്കം ട്രസ്റ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം. വെൽക്കം ട്രസ്റ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം എന്നാണ് അടുത്ത പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ബ്രെയിൻ ഗെയിൻ. എന്താണ് ബ്രെയിൻ ഗെയിൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്റർനാഷണലി വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സയന്റിസ്റ്റുകൾ തിരിച്ചു വരുന്നുണ്ട്. അത് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കൊണ്ടുവരുന്ന ആ ഒരു പ്രോഗ്രാമാണ് ബ്രെയിൻ ഗെയിൻ എന്ന് പറയും. ബ്രെയിൻ ഗെയിൻ അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്തിട്ട് ഇന്ത്യയിൽ വരുന്ന ഇന്ത്യൻ സയന്റിസ്റ്റുകൾക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന കുറച്ച് സ്കീംസ് ഉണ്ട്. അപ്പം ഈ ഓഫറുകളൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ ഇവിടെ പിടിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ സയന്റിസ്റ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ സ്കീമുകൾ ഏതെന്ന് ചോദിച്ചാൽ വജ്ര എന്ന് പറയും. വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച്. അടുത്തത് രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം. അതുപോലെ രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ് സ്കീം. അതുപോലെ വെൽക്കം ട്രസ്റ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഗെയിനുമായി ബന്ധപ്പെട്ട സ്കീംസ് ഏതെന്ന് ചോദിച്ചാൽ വജ്ര വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച് എന്നാണ്. രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം, രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്, വെൽക്കം ട്രസ്റ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം. നമുക്ക് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഈ 4 സ്കീമിൻ്റെ കൂടെ ഒരു 3 സ്കീം എടുത്തിട്ട് വേറെ ഇതിൽ നിന്ന് ഒരു സ്കീം കളഞ്ഞിട്ട് വേറൊരു സ്കീം ഇട്ടിട്ട് അന്ന് ഉണ്ടായിരുന്നത് ഇത് 3 വെൽക്കം ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യം ഇട്ടിട്ട് ഇതിൽ ബ്രെയിൻ ഗെയിനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ബ്രെയിൻ ഗെയിനുമായി ബന്ധമുള്ള സ്കീംസ് അറിഞ്ഞിരിക്കുക. വജ്ര രാമാനുജൻ ഫെലോഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ സ്കീം, രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്, വെൽക്കം ട്രസ്റ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അഭിപ്രായ പ്രകാരം 2017 മുതൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകളിൽ ഇന്ത്യയിൽ വരുന്നതിന്റെ ഒരു അളവ് കൂടിയിട്ടുണ്ട്. അതാണ് ബ്രെയിൻ ഗെയിൻ. ബ്രെയിൻ ഗെയിനുമായി ബന്ധപ്പെട്ട സ്കീംസ് ഏതെന്ന് ചോദിച്ചാൽ വജ്ര വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച്, രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം, രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്, വെൽക്കം ട്രസ്റ്റ് ഫെലോഷിപ്പ് പ്രോഗ്രാം എന്നിവയാണ്. ഓക്കെ, മാറിപ്പോല്ലേ. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത പ്രധാനപ്പെട്ട 2 പ്രോഗ്രാംസ് ആണ് ഇൻസ്പയറും ബ്രെയിൻ ഗെയിനും. ഇൻസ്പെയർ ആര് ഉദ്ദേശിച്ച് ഉണ്ടാക്കിയ പ്രോഗ്രാം അല്ലെങ്കിൽ നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ 10 മുതൽ 32 വയസ്സ് വരെ പ്രായമുള്ള പഠിക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്ത പ്രോഗ്രാമാണ് ഇൻസ്പയർ. അതുപോലെ ബ്രെയിൻ ഗെയിൻ ആരുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത് ഇന്ത്യയിൽ വരുന്ന നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റുകളെ ഫോക്കസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് ബ്രെയിൻ ഗെയിൻ. ഇൻസ്പയറിന്റെ പൂർണ്ണരൂപം ഇന്നോവേഷൻ ഇൻ സയൻസ് പെർസ്യൂട്ട് ഫോർ ഇൻസ്പയർഡ് റിസർച്ച് എന്നാണ്. അതിൻ്റെ കീഴിൽ 3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, സ്കീംസ് ഉണ്ടായിരുന്നു. സീഡ്സ്, ഷീയ്, ഓർക്ക്. സീഡ്സിന്റെ പൂർണ്ണരൂപം സ്കീം ഫോർ എയർലി അട്രാക്ഷൻ ഓഫ് ടാലന്റ് എന്നാണ്. ഷീയുടെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ്. ഓർക്കിന്റെ പൂർണ്ണരൂപം അഷ്വേർഡ് ഓപ്പർച്യൂണിറ്റി ഫോർ റിസർച്ച് കരിയേഴ്സ് എന്നാണ്. നമ്മുടെ സീഡ്സിന്റെ കീഴിൽ വരുന്ന 2 കാര്യങ്ങളാണ് ഇൻസ്പയർ അവാർഡും ഇൻസ്പയർ ഇന്റേൺഷിപ്പും. ഇൻസ്പയർ അവാർഡ് കിട്ടുന്ന ഏജ് 10 മുതൽ 15 വയസ്സുള്ള പിള്ളേർക്ക് കിട്ടുന്ന എമൗണ്ട് 5000. അടുത്തത് ഇൻസ്പയർ ഇന്റേൺഷിപ്പ്. ഇൻസ്പയർ ഇന്റേൺഷിപ്പ് കിട്ടുന്ന പ്രായം 15 മുതൽ 17 വയസ്സ് വരെ കിട്ടുന്ന എമൗണ്ട് 50,000 പെർ ഇയർ. ഷീയുടെ താഴെ വരുന്നതാണ് ഇൻസ്പയർ
സ്കോളർഷിപ്പ്. ഇൻസ്പേസ് സ്കോളർഷിപ്പ് കിട്ടുന്ന പ്രായം 17 മുതൽ 22 വരെ. കിട്ടുന്ന എമൗണ്ട് 80,000 പെർ ഇയർ. ഓർക്കിൻ്റെ താഴെ വരുന്നതാണ് ഇൻസ്പയർ ഫെലോഷിപ്പ്. കിട്ടുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടറേറ്റ് ഡിഗ്രിക്ക് വേണ്ടി പഠിക്കുന്നവർക്ക്. ഏജ് ഗ്രൂപ്പ് 22 മുതൽ 27 വരെ. ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ് കിട്ടുന്ന ഏജ് 27 മുതൽ 32 വരെ. അത് നമ്മുടെ ഡോക്ടറേറ്റ് ഡിഗ്രി കഴിഞ്ഞിട്ട് ജോബിന് വേണ്ടി നിൽക്കുന്നവർക്ക് ജോബ് ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമാണ് ഇൻസ്പയർ ഫാക്കൽറ്റി അവാർഡ്. ബ്രെയിൻ ഗെയിൻ എന്താണെന്ന് നമുക്കറിയാം. ഇന്റർനാഷണലി വർക്ക് അല്ലെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റുകൾ ഇന്ത്യയിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് ബ്രെയിൻ ഗെയിൻ. അവർക്ക് ഓഫർ ചെയ്യുന്ന 4 സ്കീംസ് ആണ് വജ്ര രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം, രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്, വെൽക്കം ഡ്രസ് ഫെലോഷിപ്പ് പ്രോഗ്രാം. വജ്രയുടെ പൂർണ്ണരൂപം വിസിറ്റിംഗ് അഡ്വാൻസ്ഡ് ജോയിന്റ് റിസർച്ച് എന്നാണ്. ബ്രെയിൻ ഗെയിനുമായി ബന്ധപ്പെട്ട 4 പ്രോഗ്രാംസ് ആണ് വജ്ര രാമാനുജൻ ഫെലോഷിപ്പ് സ്കീം, രാമലിംഗസ്വാമി റീ എൻട്രി ഫെലോഷിപ്പ്, വെൽക്കം ഡ്രസ് ഫെലോഷിപ്പ് പ്രോഗ്രാം എന്നിവ. ഈ 2 പ്രോഗ്രാം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത് രണ്ടും ഇംപ്ലിമെന്റ് ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്തത് 1971.